നമസ്കാരം. ഇറാന്റെ പ്ലാന്റുകളടക്കം ബോംബിട്ട് ചാരമാക്കി ട്രംപ്. അമേരിക്കയെ കടന്നാക്രമിച്ച ഇറാൻ. വൈദ്യുതി പ്ലാന്റുകൾ, സകല പാലങ്ങളും ഇറാന്റേതെന്ന് പറയപ്പെടുന്ന സകലതും ബോംബിട്ട് ചാരമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി. 47 വർഷം ആരും ചെയ്യാത്തത് താൻ ചെയ്യുമെന്ന് പറയപ്പെടുന്ന ഭീഷണി. ഇറാന്റെ കൊലയാളി യന്ത്രം അവസാനിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഭീഷണി. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുമെന്ന് പറയപ്പെടുമ്പോഴും ഇവിടെ യുദ്ധവിമാനങ്ങൾ പച്ചക്കൊടി കാട്ടി മുന്നോട്ട് പോകുന്ന രീതി. സത്യത്തിൽ യുദ്ധഭീതിയിലാണ് ആഗോള എണ്ണ വിപണി അടക്കം. കാരണം എപ്പോൾ വേണമെങ്കിലും എണ്ണ വില വർധനവുണ്ടാകാം. ഹോർമുസ് കടലിടുക്കിൽ വെടിയുതിർത്ത് കരാർ ലംഘിച്ച ഇറാനെതിരെ രൂക്ഷ വിമർശനവും മുന്നറിയിപ്പുകളുമായിട്ടൊക്കെ ട്രംപ് എത്തുമ്പോഴും അവിടെ അദ്ദേഹം പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: സമാധാന കരാറിന് ഇറാൻ തയ്യാറായില്ല എങ്കിൽ അവിടുത്തെ ഓരോ വൈദ്യുതി പ്ലാന്റും ഓരോ പാലവും തകർക്കാൻ താൻ US സൈന്യത്തിന് ഉത്തരവ് നൽകുമെന്നുള്ള പ്രസിഡന്റ് മുന്നറിയിപ്പ്. ഫെബ്രുവരി 28 ഇറാനിൽ US സൈനിക നടപടി ആരംഭിച്ചതോടെയാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായത്. ഇതിനിടെ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്കായിട്ട് ട്രംപ് തന്റെ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ട്. ട്രൂ സോഷ്യലിൽ ഒരു നീണ്ട കുറിപ്പിലൂടെ ട്രംപ് പറയപ്പെടുന്നത് കടുത്ത പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്, അല്ലെങ്കിൽ അത്തരത്തിൽ നൽകേണ്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇനി ഉണ്ടാകാൻ പോകുന്ന അത്തരത്തിലുള്ള വലിയ ആക്രമണമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഹോർമൂസിൽ ഇറാൻ വെടിയുതിർത്തതും ഇത് നിലവിലുള്ള വെടിനിർത്തൽ കരാറിലെ പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ് എന്ന് പറയുമ്പോഴും ഫ്രാൻസുമായും UK യുമായും ബന്ധമുള്ള കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഹോർമൂസിൽ വെടിയുതിർക്കുവാൻ ഇറാൻ തീരുമാനിച്ചു. ഇത് നമ്മുടെ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ് എന്ന് ട്രംപ് പറയുന്നു. അവയിൽ പലതും ഒരു ഫ്രഞ്ച് കപ്പലിനും ഒപ്പം തന്നെ UK യിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പലിനും നേരെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഞങ്ങൾ വളരെ നീതിയുക്തവും യുക്തിസഹവുമായിട്ടുള്ള ഒരു കരാറാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നും അവർ അത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ കുറെ പ്രതീക്ഷിക്കുന്നുവെന്നും അവർ അത് ചെയ്തില്ല എങ്കിൽ ഇറാന്റെ ഓരോ പവർ പ്ലാന്റ്, പലതരത്തിലുള്ള പവർ പ്ലാന്റുകൾ, ഓരോ പാലങ്ങളടക്കം അമേരിക്ക തകർത്തിരിക്കും. ഇത് ട്രംപ് കുറിച്ചു വെക്കുന്നതാണ് എങ്കിലും ഈ യുദ്ധത്തിന്റെ ഈ നിമിഷത്തിൽ ഇത് മുമ്പോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള പലതും അവിടെ സംഭവിച്ചേക്കാം. പവർ പ്ലാന്റുകളോ ആണവ ഊർജ്ജ കേന്ദ്രങ്ങളോ പാലങ്ങളോ ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കരാർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 47 വർഷമായിട്ട് മറ്റ് പ്രസിഡന്റുമാർ ഇറാന്റെ കാര്യത്തിൽ നിന്ന് ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. മാത്രമല്ല അത് തന്റെ ബഹുമതിയായി താൻ കാണുന്നുവെന്നും ഇറാന്റെ ഈ കൊലയാളി യന്ത്രം അവസാനിക്കേണ്ട സമയമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു വെക്കുമ്പോഴും സത്യത്തിൽ അവിടത്തെ, അതായത് വിദേശികളായിട്ടുള്ള അമേരിക്കക്കാർക്ക് ഒരിക്കലും ട്രംപിന്റെ ഈ നടപടികളോട് യോജിപ്പില്ല എന്നുള്ളതാണ്. വരുന്ന ബുധനാഴ്ച വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. ഇന്ന് മുതൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിൽ ഏതൊക്കെ പ്രതിനിധികൾ പങ്കെടുക്കുക എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നുണ്ട്. അതായത് അമേരിക്കയിൽ നിന്ന് ആരൊക്കെ എത്തുമെന്നുള്ളതിനെ കുറിച്ചുള്ള അവ്യക്തത ഇപ്പോൾ തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാത്ത പക്ഷം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. വെടിനിർത്തൽ നീട്ടുന്നതിനായിട്ട് മധ്യസ്ഥ കഠിനമായിട്ടുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇറാന്റെ ഈ നീക്കം എന്ന് പറയുന്നത്. ഇരുപക്ഷവും തുടരുന്ന ഉപരോധങ്ങൾ പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളെ സങ്കീർണമാക്കിയിരിക്കുകയാണ്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ നീട്ടാനാകുമോ എന്ന കാര്യത്തിലടക്കം ഇപ്പോൾ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതായത് അവർ പറഞ്ഞല്ലോ, തങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് ഹോർമൂസ് ഇടുക്കിലൂടെ കടന്നു പോകുന്നത് അസാധ്യമാണ് എന്ന് ട്രംപ് പറയുകയാണ്. അതേസമയം പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കടന്നുപോകൽ എന്ന് പറയപ്പെടുന്ന അസാധ്യമാണ്. അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ ഇറാന്റെ മുഖ്യ മധ്യസ്ഥൻ കൂടിയായിട്ടുള്ള ഖാലിബാഫ് US ഉപരോധത്തെ അജ്ഞതയിൽ നിന്നുള്ള ബാലിശമായിട്ടുള്ള തീരുമാനം എന്ന് വിമർശിക്കുകയും ചെയ്തു. അമേരിക്കയോടുള്ള കടുത്ത അവിശ്വാസത്തിനിടയിലും ഇറാൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോഴും ഇരുപക്ഷവും തമ്മിലുള്ള വിയോജിപ്പുകൾ അത് പരിഹരിക്കുവാൻ ഇനിയും ഏറെയുണ്ട് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. വെള്ളിയാഴ്ച ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഹോർമൂസ് പാത തുറക്കുന്നതായിട്ട് ഇറാൻ അറിയിച്ചിരുന്നു. എന്നാൽ ഇറാൻ കരാറിലെത്തുന്നതുവരെ ഈ തുറമുഖ ഉപരോധം പൂർണ്ണമായിട്ട് തുടരുമെന്ന് അമേരിക്ക പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഇതോടുകൂടി ഈ കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം
കപ്പൽ ഗതാഗതത്തിൽ ചെറിയ തോതിലുള്ള ഉണർവ് ഉണ്ടായെങ്കിലും പേർഷ്യൻ ഗൾഫ് കപ്പലുകൾ അത് നിലവിൽ യാത്ര തുടരാതെ ഒരേ സ്ഥാനത്ത് തുടരുകയാണ്. ഇന്ത്യയുടെ പതാകയുള്ള 2 കപ്പലുകൾക്ക് നേരെ യാത്രക്കിടെ വെടിയുതിർത്തതും അവ അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകാൻ ആയതാണ് ഈ ജാഗ്രതയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. കപ്പലുകൾ പിൻവാങ്ങിയതോടെ ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിലൊന്ന് കടന്നു പോകുന്ന ഹോർമൂസ് ഇടുക്ക് വെടിനിർത്തലിന് മുൻപുള്ള അവഗണനയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വലിയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കുവാനും ഇരുപക്ഷവും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുവാനുമുള്ള കാരണമാകും. ഫെബ്രുവരി 28 ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള ചർച്ചകൾക്കിടെ അമേരിക്കയും ഇസ്രായേലും യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് ഹോർമൂസ് പാത അടച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലോക സമ്പദ് വ്യവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്നതിനും ട്രംപിന് രാഷ്ട്രീയമായിട്ട് തിരിച്ചടി നൽകുന്നതിനുമായിട്ട് ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണത്. മറുവശത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇറാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഞെരുക്കുകയും ഒപ്പം തന്നെ വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത് അത് തടഞ്ഞുകൊണ്ട് അവിടുത്തെ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പാതകളിലൊന്നാണ് ഹോർമൂസ് ഇടുക്ക്. ഈ ഇടുങ്ങിയ ജലപാതയിൽ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ തന്നെ നടപടികൾ അത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധത്തെ ശക്തിപ്പെടുത്തുകയാണ് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഈ പാത അടഞ്ഞു കിടക്കുന്നത് വാഷിംഗ്ടണിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് ടെഹ്റാനാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അറിയാതെ തന്നെ അവർ നമ്മളെ സഹായിക്കുകയാണ്. പാത അടഞ്ഞു കിടക്കുന്നതിൽ അവർക്ക് നഷ്ടം സംഭവിക്കുന്ന ഏകദേശം ഒരു ദിവസം 500 മില്യൺ ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം $59 കോടി നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ US പ്രതിനിധികൾ ചർച്ചകൾക്കായിട്ട് ഇസ്ലാമാബാദിലേക്ക് പോവുകയാണെന്ന് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ തന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പോവുകയാണ്. അവിടെ ആ പ്രതിനിധികൾ പാകിസ്ഥാനിലെ ചർച്ചകൾ ആരംഭിക്കുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നതെന്ന്. എന്തായാലും സന്ദേശത്തിന്റെ സ്വരം ചർച്ചകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ കടുത്ത ഭീഷണിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. താൻ മുന്നോട്ട് വെക്കുന്ന നീതിയുക്തവും യുക്തിസഹവുമായിട്ടുള്ള കരാർ അംഗീകരിക്കാൻ ആകുന്നില്ല ഇറാനെങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള സൈനിക പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഇവിടെ ഇറാന്റെ പ്ലാന്റുകളടക്കം ബോംബിട്ട് ചാരമാക്കുന്ന ട്രംപിനെ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അമേരിക്കയെ കടന്നാക്രമിക്കുന്ന ഇറാനെയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഇറാന്റെ പ്ലാന്റുകളൊക്കെ ബോംബിടുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഇനി മുന്നോട്ടുള്ള 2ാം ഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ യുദ്ധത്തിൽ കുറഞ്ഞതൊന്നും ഇനി ഉണ്ടാകാൻ അവസാനിക്കുന്നില്ല പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി എന്ന് പറയുന്നത്. ഒന്നുകിൽ ഇറാനെ പാടെ തകർക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെയും അമേരിക്കയും ഇല്ലായ്മ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട.